ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഹേസോങ്ങിനെയും പ്രതീക്ഷിച്ചിട്ട് റൂഫ് ടോപ്പിൽ നിൽക്കുന്ന സെക്യൂരിറ്റീനെയാണ് കേട്ടോ. ആരോ അയാളുടെ നേരെ നടന്നു വരുന്നുണ്ട് കേട്ടോ. ഹേസോങ് ആണെന്ന് വിചാരിച്ചിട്ട് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഹേസോങ് ആയിരിക്കില്ല, വേറൊരാളായിരിക്കും. അയാളെ കണ്ടതും സെക്യൂരിറ്റി അയാളുടെ കയ്യിലുള്ള ഡയറി മറച്ചു വെക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ഡയറിക്ക് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ പിടിവലി കൂടുന്നതിനിടയിൽ സെക്യൂരിറ്റി താഴെ വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹേസോങ് ഡയറി എടുത്തിട്ട് മുകളിലേക്ക് ഓടി പോകുന്നുണ്ട്. സെക്യൂരിറ്റീനെ കൊല്ലാൻ ശ്രമിച്ച ആൾ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഡയറിക്ക് വേണ്ടിയിട്ടാണ് അയാൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹേസോങ്ങിനെ അയാൾ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഹേസോങ് തിരിഞ്ഞു നോക്കുമ്പോൾ ഹേസോങ്ങിൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറിയെന്ന് കണ്ട ഉടനെ തന്നെ ഇയാൾ കിട്ടിയ തക്കത്തിന് ഹേസോങ്ങിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ അറിയിക്കുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാമേ. ആ സെക്യൂരിറ്റിനെ തള്ളി താഴെ ഇട്ടതും അതുപോലെ തന്നെ ഹേസോങ്ങിനെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചതും വേറെ ആരും ആയിരുന്നില്ല കേട്ടോ, നമ്മുടെ പ്രിൻസിപ്പൽ പാർക്കായിരുന്നു. അതായത് ചെയർവുമൺ മ്യോങ്ജുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആ അസിസ്റ്റൻറ്റില്ലേ, അയാളായിരുന്നു കേട്ടോ. ഇയാൾ ഉടനെ തന്നെ മ്യോങ്ജുവിനെ വിളിച്ചിട്ട് ആ ഡയറി കിട്ടിയില്ല, അപ്പോഴേക്കും ഹേസോങ് അങ്ങോട്ടേക്ക് വന്നു എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഇതിന് പിന്നിൽ നമ്മുടെ ചെയർവുമൺ മ്യോങ്ജു ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഹേസോങ് ഉടനെ തന്നെ ഈ ഒരു ഡയറി ആയിട്ട് ഓഫീസർ കിമ്മിനെ കാണാനായിട്ടാണ് പോകുന്നത്. അവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ടാവും കേട്ടോ. പെട്ടെന്ന് തന്നെ അവരെയൊക്കെ പുറത്തേക്കാക്കിയിട്ട് ഹേസോങ് ഈ ഓഫീസറിൻ്റെ അടുത്ത് പറയും, മര്യാദയ്ക്ക് സത്യങ്ങൾ ഫുള്ള് പറഞ്ഞോ, എന്താണ് എൻ്റെ അച്ഛനും ആ സ്കൂളും തമ്മിലുള്ള ബന്ധം? എനിക്ക് ഈ ഡയറി ആ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. എന്തുകൊണ്ടാണ് ഈ ഡയറി ആ സ്കൂളിൽ വരാനായിട്ട് കാരണം? ശരിക്കും എന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുന്നും പറയുന്നുണ്ട്. 22 വർഷങ്ങൾക്ക് മുന്നേ നീ ഇപ്പോൾ ഈ അന്വേഷിക്കുന്ന ഈ സെയിം ഗോൾഡ് ബാറിൻ്റെ കേസ് അന്വേഷിച്ചിട്ടാണ് നിൻ്റെ അച്ഛനും ആ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ ഇപ്പോൾ ഓഫീസർ കിം നമ്മുടെ ഹേസോങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത്ര നാളായിട്ട് ഈ ഒരു സത്യം നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ, നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? എൻ്റെ അച്ഛൻ എവിടെയാണെന്ന് ഇപ്പോഴും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫീസർ കിമ്മിനെ ഉപദ്രവിക്കാനായിട്ട് ചെല്ലുകയാണ് നമ്മുടെ ഹേസോങ്. ഉടനെ തന്നെ അവൻ്റെ അങ്കിൾ ആൻസൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഹേസോങ്ങിനെ സ്റ്റോപ്പ് ചെയ്തിട്ടോ. അങ്കിളിനും ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നോ? എന്തുകൊണ്ടാണ് ഈ ഒരു കേസിൽ എന്നെ തന്നെ പിടിച്ചിട്ടെന്ന് അങ്കിളിനും അറിയാമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രതികരിക്കുന്നൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ നീ അറിയുമ്പോഴാണ് ഞാനും അറിയുന്നത്, എനിക്കിതിനെ പറ്റിയൊന്നും അറിഞ്ഞുകൂടാന്ന് പറയും. അതുമാത്രമല്ല നമ്മുടെയൊക്കെ ജോലി ഇതാണ്, ഇവർ തരുന്ന ഓരോ സീക്രട്ട് മിഷനും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി എന്നൊക്കെ ആൻസൊക്കെ പറയുന്നത് കേട്ടിട്ട് ഹേസോങ്ങിനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും തലയിൽ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കെന്തായാലും ഇനി ഈ ഒരു ഡ്യൂട്ടി തുടരാനായിട്ട് ആഗ്രഹമില്ല. കാരണം എൻ്റെ അച്ഛന് എന്ത് സംഭവിച്ചു? 22 വർഷമായിട്ട് എൻ്റെ അച്ഛൻ എവിടെയുള്ളത്, മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു മകൻ എന്നുള്ള നിലയിൽ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഈ സ്കൂളിൽ എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ എനിക്കൊരു ബ്രേക്ക് വേണം. ഞാൻ ഈ ജോബ് തുടരണോ വേണ്ടോ എന്നുള്ളത് എനിക്ക് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹേസോങ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. സെക്യൂരിറ്റിയുടെ മരണവാർത്ത അറിഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ സ്കൂളിൽ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷേ സുവ ടീച്ചർക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒരു ഭയങ്കര ഷോക്കിനേക്കാൾ കൂടുതൽ അവൾ സ്റ്റക്കായിട്ടായിരുന്നു കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസൊക്കെ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ക്ലോക്കിലുള്ള സ്റ്റോറി, അതായത് ഗോസ്റ്റിൻ്റെ സ്റ്റോറി കാരണമാണ് ഈ ഒരു ആൾ, ഈ സെക്യൂരിറ്റി മരിച്ചതെന്നാണ്. അതിലുള്ള ഗോസ്റ്റ് വന്നിട്ടാണ് ഈ സെക്യൂരിറ്റീനെ കൊന്നതെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വരുത്തുന്നത്. ഇപ്പോൾ ക്ലാസ്സിൽ ഇയേനയും യൂജോങ്ങും കൂടെ നമ്മുടെ ഹേസോങ്ങിൻ്റെ കാര്യമായിട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീയും ഹേസോങ്ങും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യൂജോങ് പറയുന്നുണ്ട്, എനിക്ക് അവനായിട്ട് ഒരു റിലേഷൻഷിപ്പും ഇല്ല, ഞങ്ങളങ്ങനെ സംസാരിക്കാറൊന്നുമില്ല, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന്. എന്നാൽ പിന്നെ അവൻ്റെ കാര്യത്തിൽ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവനുമായിട്ട് റിലേഷൻഷിപ്പിലാവാൻ പോവാണ്, എനിക്ക് അവനോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്ന് ഏന അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ കാര്യം നിനക്ക് ഒന്നുകൂടി ആലോചിച്ചൂടെ? ഇവിടെ നല്ല വേറെ എത്ര പയ്യന്മാരുണ്ട്, നിനക്കെന്താ അവനോട് തന്നെ ക്രഷ് തോന്നാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അവനെന്താ കുഴപ്പം, എനിക്ക് ഹേസോങ്ങിനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. എന്തായാലും ഏന ഈ കാര്യം പറഞ്ഞ ഉടനെ തന്നെ യൂജോങ് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആൻസൊക്കോയും പിന്നെ ഓഫീസർ കിമ്മും ഹേസോങ്ങിൻ്റെ അച്ഛനും കൂടെ ഉള്ളൊരു ഫോട്ടോ നമ്മുടെ ആൻസൊക്കോ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ. അതേ സമയത്ത് തന്നെ ഹേസോങ്ങിനെയും കാണിക്കുന്നുണ്ട്. അവനിപ്പോൾ അവൻ്റെ അച്ഛനെ പറ്റി ആലോചിച്ചിട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. അവൻ്റെ അടുത്ത് അവൻ്റെ അച്ഛൻ നേരിട്ട് വന്നിട്ട് അവനെ ആശ്വസിപ്പിക്കുന്ന പോലെയൊക്കെ അവന് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി മുതൽ ഹേസോങ് സ്കൂളിലേക്ക് പോവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ടീംമേറ്റ്സ് എല്ലാവരും കൂടെ നമ്മുടെ കോയോങ്ങിനെയാണ് ഇനി അടുത്ത സ്റ്റുഡൻ്റായിട്ട് ആ സ്കൂളിലേക്ക് അയക്കാൻ പോകുന്നത്. അപ്പോഴായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ ഹേസോങ് അങ്ങോട്ട്
അങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ തന്നെ എന്തായാലും എനിക്ക് കിട്ടിയ ജോബല്ലേ, അത് ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്തേക്കാം. എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയണം. എന്തായാലും ഈ ഒരു സ്കൂളിൽ നിന്ന് ഒരുപാട് ക്ലൂസ് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അച്ഛന് വേണ്ടിയിട്ട് അവൻ വീണ്ടും ആ ഒരു ജോബ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ടീംമേറ്റ്സിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ഹേസോങ് ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ലീവ് ആയതിനെ പറ്റിയിട്ട് സുവ ടീച്ചർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടിട്ട് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് പേഴ്സണൽ മാറ്റേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലീവ് ആയതെന്ന്. ഇനി മുതൽ എല്ലാ ദിവസവും സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എക്സാമും കാര്യങ്ങളൊക്കെ വരാനുണ്ട്, അതുകൊണ്ട് ഇനി മേലാൽ ലീവ് ആവരുതെന്ന് നമ്മുടെ സുവ വളരെയധികം ദേഷ്യത്തോടെ ഹേസോങ്ങിനെ നോക്കി പറയും. ബ്രേക്ക് ആയപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഹേസോങ് ചെല്ലുന്നത് സ്റ്റുഡൻറ്റ് കൗൺസിൽ റൂമിലേക്കാണ് കേട്ടോ. അവിടുത്തെ ക്ലോക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ഹേസോങ്ങിൻ്റെ അച്ഛൻ്റെ ഡയറി അവൻ നോക്കുന്നുണ്ട്. അതിലാണെന്നുണ്ടെങ്കിൽ ക്ലോക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ക്ലോക്കിലെ ബെല്ല് റിങ് ചെയ്യുന്നത് രാത്രി 12 മണിക്കാണ്. റൂഫ് ടോപ്പിൽ നിന്ന് താഴെ വീണ് മരിച്ചിട്ടുള്ള ആ പെൺകുട്ടി അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് കിടന്നിരുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ സമയം റിവേഴ്സ് ആവും. അതായത് ഉടനെ തന്നെ നമ്മുടെ ഹേസോങ് ആ ക്ലോക്കിലുള്ള ആ ഒരു സമയമുണ്ടല്ലോ അത് തലകുത്തനെ വെക്കൂട്ടോ, തിരിച്ചു വെക്കും. അപ്പോൾ ഉടനെ തന്നെ അതിൽ നിന്നൊരു ട്യൂണ് വരുന്നുണ്ട്. ഇത് കേട്ടിട്ട് അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവൻ്റെ ഫോൺ എടുത്തിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ സുവ വരുന്നുണ്ട് കേട്ടോ. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്, ഞാനിവിടെ ഒരു സാധനം മറന്നു വെച്ചു, അതെടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഹേസോങ് കളവ് പറയും. നീ എന്താ ആ സെക്യൂരിറ്റി മരിച്ച കാര്യം അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ കേട്ടായിരുന്നു ആത്മഹത്യ ചെയ്താന്ന് കുട്ടികളൊക്കെ പറഞ്ഞു എന്ന്. എന്നാൽ ഞാൻ ക്ലാസ്സിലേക്ക് പോട്ടെ ടീച്ചറേ എന്നും പറഞ്ഞിട്ട് അവൻ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഹേസോങ്ങിനെ സുവ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ആ സെക്യൂരിറ്റിക്ക് എന്താ പറ്റിയത്, അയാൾ എങ്ങനെയാണ് മരിച്ചതെന്ന് നീ കണ്ടതല്ലേ, നീ ആ സമയം റൂഫ് ടോപ്പിൽ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ സുവ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് അവൾക്ക് പെട്രോളിങ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾ ആ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടതാണ്. സത്യം പറഞ്ഞു, ശരിക്കും നീ ആരാ, ഒരു സ്റ്റുഡൻ്റ് അല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഇപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ പോലീസിനെ വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് സുവ ഫോൺ എടുക്കുമ്പോൾ നമ്മുടെ ഹേസോങ് ആണെന്നുണ്ടെങ്കിൽ അവളെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും, ഞാൻ എല്ലാ സത്യങ്ങളും പറയാം, ഞാനൊരു സ്റ്റുഡൻ്റ് അല്ല, പകരം ഒരു NIS ഏജൻ്റ് ആണെന്ന്. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സുവയ്ക്കാണെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവളെ കിളി പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹേസോങ് പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് ഞാൻ 2 ഓപ്ഷൻസ് തരാം. ഒന്ന്, ഈ സീക്രട്ട് മിഷൻ്റെ ഭാഗമായിട്ട് എന്നോട് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ഇൻഫർമേഷൻ ലീക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റി ആക്ട് വയലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കഠിന തടവും അതുപോലെ ശിക്ഷയോടുകൂടി നിനക്ക് ജയിലിൽ കിടക്കാം. ഇതിലേത് വേണം? ഇത് കേട്ടിട്ട് സുവ ഒന്നുകൂടി പേടിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അങ്ങനെ സീൻ കട്ടായിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹേസോങ് ഇപ്പോൾ നമ്മുടെ ടീംമേറ്റ്സിനെ എല്ലാവരെയും വിളിച്ചിട്ട് ആ ക്ലോക്കിൻ്റെ ട്യൂണ് കേൾപ്പിച്ചു കൊടുക്കുക കേട്ടോ. ആ പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത് പണ്ട് സ്കൂളിൽ ആ ഗോൾഡ് ബാർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചെയർമാൻ ബ്യോങ് ഉണ്ടല്ലോ, അയാളാണ് ഈ ഒരു പാട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ടും അടുത്ത സ്റ്റോറി, 3rd സ്റ്റോറി ആയിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ ഹേസോങ് പറയുന്നുണ്ട്. 3ാമത്തെ സ്റ്റോറിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, തനിയെ പാടുന്നൊരു പിയാനോനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ആ കാര്യം നാളെ ഞാൻ കണ്ടുപിടിക്കാം സ്കൂളിലേക്ക് പോയിട്ടെന്ന് ഹേസോങ് പറയുന്നുണ്ട്. സംസാരിച്ച് വന്നതിൻ്റെ കൂട്ടത്തിൽ സുവ ടീച്ചറിനോട് സത്യം പറയേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടീംമേറ്റ്സ് അറിയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് അവരൊക്കെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഈ കാര്യം എന്തായാലും അവൾ വേറെ ആരോടും പറയില്ല, ഞാൻ നന്നായിട്ട് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ. ഒരു NIS ഏജൻ്റ് ആയിട്ടുള്ള നീ ഒരു പാവം ഇന്നസെൻറ്റ് സിറ്റിസണിനെയാണോ ഭീഷണിപ്പെടുത്തി വന്നേക്കുന്നത്? നാളുണ്ടോ നിനക്കത് പറയാം? വേഗം പോയിട്ട് അവളോട് സോറി പറ. ഇനി അവളുടെ കാല് പിടിക്കേണ്ടി വന്നാലും വേണ്ടില്ല, മര്യാദയ്ക്ക് പോയിട്ട് സോറി പറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ടീംമേറ്റ്സ് എല്ലാവരും അവനെ അവിടുന്ന് പറഞ്ഞയക്കുക കേട്ടോ. ഹേസോങ് ഉടനെ തന്നെ നമ്മുടെ സുവേനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവളുടെ അമ്മയുടെ ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. അമ്മയാണെന്നുണ്ടെങ്കിൽ സുവയ്ക്ക് ഹേസോങ്ങിനോടുള്ളൊരു ക്രഷ് ഇവർക്ക് നേരത്തെ അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട് സുവേൻ്റെ അടുത്ത്. ടീച്ചർ എന്നോട് ക്ഷമിക്കണം, ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞതാണ്, ഇതൊന്നും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ കാര്യം എന്തായാലും ആരോടും പറയരുതെന്നൊക്കെ ഹേസോങ് പറയുന്നത് കേട്ടിട്ട് സുവ പെട്ടെന്ന് അവനോട് പൊട്ടിത്തെറിക്കുക കേട്ടോ. ഞാൻ എന്തിനാ ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം എന്താ, എനിക്കിതിൻ്റെ ഒരു ആവശ്യമില്ല. എന്താ ആ സ്വത്ത് കണ്ടുപിടിച്ചാൽ അതിൻ്റെ പകുതിയൊന്നും നിങ്ങൾ എനിക്ക് തരാനായിട്ട് പോകുന്നില്ലല്ലോ, ഇനി തന്നാൽ തന്നെ വല്ല NIS ലോഗോ ഉള്ള വാച്ചോ റിങ്ങോ ഒക്കെ അല്ലേ നിങ്ങൾ എനിക്ക് തരുള്ളൂ, അതൊന്നും കിട്ടിയിട്ട് എനിക്ക് എന്തായാലും ഒരു കാര്യമില്ല എന്നൊക്കെ അവൾ ഹേസോങ്ങിനോട് പറയും. പെട്ടെന്നായിരിക്കും അവളുടെ മനസ്സിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ഇവനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരുപാട് പ്രസ് മീറ്റിംഗ് ഒക്കെ അവളുടെ പേരിലുണ്ടാവും, എല്ലാവരും അവളെ പ്രശംസിക്കും. അത് മാത്രമല്ല, നമ്മുടെ പ്രിൻസിപ്പൽ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ആ പ്രിൻസിപ്പൾ വരെ ചിലപ്പോൾ അവളെ പുകഴ്ത്തി പറയും. അതും പോരാഞ്ഞിട്ട് ചെയർവുമൺ മ്യോങ്ജു തന്നെ അവളെ ഡയറക്റ്റ് പെർമനൻറ്റ് ടീച്ചറായിട്ട് പ്രമോഷനും കൊടുത്തേക്കാന്നൊക്കെ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യമൊക്കെ ആലോചിച്ചിട്ട് അവൾ വിചാരിക്കും, ഈ ഒരു ചാൻസ് എന്തായാലും ഞാൻ കളയണ്ട, പെട്ടെന്ന് തന്നെ ഇവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയാം, എന്നാൽ പിന്നെ ഈ ഒരു ചാൻസൊക്കെ എനിക്ക് കിട്ടുമല്ലോ
കിട്ടുമല്ലോ എന്ന്. എന്തായാലും ഹേസോങ്ങിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ അവൾ ചെയ്തേക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ യോജോങ് ഇവൻ്റെ സിസ്റ്ററാണെന്നും പിന്നെ അതുപോലെ തന്നെ ആൻസക്കോ ആണ്, ആ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൻസക്കോ ആണ് യോജോങ്ങിൻ്റെ ഫാദർ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹേസോങ് സുവയായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആ സെക്യൂരിറ്റി മരിച്ച ദിവസം നീയും വന്ന് അവിടെ ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ ആ കില്ലർ ചിലപ്പോൾ നിന്നെയും കാണാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ പേടിക്കണ്ട, എന്തായാലും നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഹേസോങ് നമ്മുടെ സുവയുടെ കൈ പിടിച്ചിട്ട് ഇപ്പോൾ അവളെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇവൻ കൈ പിടിച്ചത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ സുവയുടെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ കൂടാൻ തുടങ്ങി. അവൾക്ക് വീണ്ടും അവനോട് ക്രഷ് തോന്നി കേട്ടോ. കാരണം ഇപ്പോൾ അവൻ അവളുടെ സ്റ്റുഡൻ്റ് അല്ലല്ലോ, അതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് അവൾ അവിടുന്ന് തടി തപ്പുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റി ഒരു NIS ഏജൻ്റ് ആയിരുന്നു കേട്ടോ, നമ്മുടെ ഹേസോങ്ങിനെ പോലെ തന്നെ. കൊല്ലപ്പെടുന്നതിന് മുന്നേ അയാൾ നമ്മുടെ ചെയർവുമണിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് അവളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. നീ എന്തിനാ ഹേസോങ്ങുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ചെയർവുമൺ ഇപ്പോൾ നമ്മുടെ സെക്യൂരിറ്റീൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, പിന്നെ എന്നായാലും ഹേസോങ് അറിയേണ്ട കാര്യങ്ങളൊക്കെ, അവൻ്റെ അച്ഛൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ അവനും താല്പര്യം ഉണ്ടാവില്ല. 22 വർഷം മുന്നേ എന്താ അന്ന് രാത്രി സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി ചെയർവുമണിനോട് പറയുമ്പോൾ ഇതൊക്കെ നീ എന്തായാലും പറഞ്ഞാൽ ഹേസോങ് വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെ, എന്തായാലും അവന് വിശ്വസിച്ചേ പറ്റൂ, കാരണം അവൻ്റെ അച്ഛൻ്റെ ഡയറി എൻ്റെ കയ്യിലുണ്ടെന്ന്. അതിൽ ഈ സ്കൂളായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഒരുപാട് കടങ്കഥകളും അതിൻ്റെ ഉത്തരങ്ങളും ഒക്കെ ഈ ഒരു ഡയറിയിലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ആ ഗോൾഡ് ബാർ എടുക്കാൻ പറ്റാത്തതുപോലെ തന്നെ ഇത്തവണയും നിങ്ങൾ പരാജയപ്പെടും എന്നുള്ളത് ആ NIS ഏജൻറ്റിനോട് നിങ്ങൾ പറഞ്ഞേക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റി മ്യോങ്ജുവിൻ്റെ അടുത്തുനിന്ന് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് രാത്രി ഹേസോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ഈ സെക്യൂരിറ്റി വന്നപ്പോൾ ഈ ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് കേട്ടോ മ്യോങ്ജു പ്രിൻസിപ്പൽ പാർക്കിനെ പറഞ്ഞയച്ചിട്ട് ഇയാളെ കൊല്ലിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡയറി ഇവർക്ക് കിട്ടരുത്, ഹേസോങ്ങിന് കിട്ടരുതെന്ന് വിചാരിച്ചിട്ടാണ്. മൂന്നാമത്തെ സ്റ്റോറി അറിയാൻ വേണ്ടിയിട്ട് ഹേസോങ് ഇപ്പോൾ ആ പിയാനോ ഉള്ള റൂമിലേക്ക് പോയേക്കുവാണ് കേട്ടോ. ഹേസോങ്ങിൻ്റെ കയ്യിൽ അവൻ്റെ അച്ഛൻ്റെ ഡയറി ഉണ്ടായിരുന്നു. അതിലാണെന്നുണ്ടെങ്കിൽ പിയാനോനെ പറ്റിയിട്ടുള്ള കഥയുണ്ട്. പണ്ട് ഈ ഒരു പിയാനോ ക്ലബ്ബിലെ പ്രസിഡൻറ്റും അവിടെയുള്ള സ്റ്റുഡൻറ്റും കൂടി ഇഷ്ടത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് ഈ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇയാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രഗ്നൻസി അംഗീകരിക്കുന്നില്ല, അതിന് പകരം അവളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യാണ്. ഇക്കാര്യം ഓർത്തിട്ട് ആ കുട്ടി വളരെ വിഷമത്തോടു കൂടി ആത്മഹത്യ ചെയ്യാണ് കേട്ടോ. പിന്നെ ഇയാൾ പിയാനോ വായിക്കുമ്പോൾ അവളുടെ ഗോസ്റ്റ് അയാളുടെ അടുത്ത് വന്നിരിക്കുന്നതായിട്ടും ആ പിയാനോ താനെ വായിക്കുന്നതായിട്ടൊക്കെ ആ ഒരു സ്കൂളിൽ കഥ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം വായിച്ച ഉടനെ തന്നെ അവൻ ആകെ പേടിച്ചിരിക്കുകയായിരിക്കും. തൊട്ടപ്പുറത്തുനിന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ടൊരു അലർച്ച കേൾക്കാം. അത് വേറെ ആരുമല്ല, നമ്മുടെ സുവയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഗോസ്റ്റ് സ്റ്റോറീനേക്കാൾ കൂടുതൽ ഹേസോങ് ഇപ്പോൾ പേടിച്ചത് സുവയുടെ അലർച്ച കേട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ സുവ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളത്, എനിക്ക് തന്നെ പേടിയായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സുവ അവൻ്റെ അടുത്ത് പറയുമ്പോൾ ഹേസോങ് ആണെന്നുണ്ടെങ്കിൽ സുവേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒറിജിനൽ പിയാനോ എവിടെയുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, അതിനെ നീ എന്നെ ഹെൽപ്പ് ചെയ്യില്ലേന്ന്. അപ്പോൾ സുവ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല, പക്ഷേ ഇതുപോലത്തെ ഒരു പിയാനോ ഞാൻ ചെയർവുമൺ മ്യോങ്ജുവിൻ്റെ ഓഫീസ് റൂമിൽ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷേ അങ്ങോട്ടേക്ക് എല്ലാവർക്കും ഒന്നും കയറി ചെല്ലാൻ പറ്റില്ല. ചെയർവുമൺ മ്യോങ്ജു വല്ലപ്പോഴേ ഓഫീസിൽ വരുള്ളൂ, ആ സമയത്ത് മാത്രമേ ആ ഒരു റൂം തുറക്കുകയുള്ളൂ. പക്ഷേ നമുക്കൊരു വഴിയുണ്ട്, ആ ഒരു ഓഫീസ് റൂം തുറക്കാനും ആ ഒരു പിയാനോ കാണാനും വേണ്ടിയിട്ടൊരു വഴിയുണ്ട്. കാരണം ഇപ്പോൾ ഈ അടുത്തായിട്ട് ഈ ഒരു സ്കൂളിലൊരു പ്രോഗ്രാം വരുന്നുണ്ട്, അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ഒരു പിയാനോ കാണാമെന്ന് പറയുന്നുണ്ട്. സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പറും അതുപോലെ തന്നെ സുവയെല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പോൾ ഒരു മീറ്റിംഗ് വെച്ചേക്കുവാണ് കേട്ടോ. കാരണം ആ ഒരു പ്രോഗ്രാമിൽ ആരൊക്കെയാണ് വിളിക്കേണ്ടത്, ആർക്കൊക്കെ പങ്കെടുക്കാമെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു മീറ്റിംഗ് ആണ് കേട്ടോ. പക്ഷേ ഹേസോങ് കുറച്ച് ദിവസം ലീവ് ആയതുകൊണ്ട് തന്നെ എന്തായാലും അവൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് സുവ പറയുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഹേസോങ് സുവയോട് ചോദിക്കും, അല്ല നീ എന്ത് പണിയാണ് ചെയ്തത്, എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഫംഗ്ഷൻ എന്നെ കയറ്റാതിരുന്ന ഞാൻ എന്താ ചെയ്യാന്ന്. കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഒരു ടീച്ചറാണെന്നുള്ള കാര്യം മറന്നിട്ടൊന്നും എനിക്ക് നിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ നിൻ്റെ ടീച്ചറാണെന്നുള്ള കാര്യം നീയും മറക്കരുത്, നിനക്ക് എന്ത് പ്രായം വരുന്നൊക്കെ ഹേസോങ്ങിനോട് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, പ്രായത്തിലൊക്കെ എന്തിരിക്കുന്നത്, എന്തായാലും ഞാൻ നിങ്ങളെക്കാളും ഇളയതാണ്, ടീച്ചർ എന്നെക്കാളും മൂത്തതെന്ന് കണ്ടാൽ തന്നെ പറയാമെന്ന്. പക്ഷേ അവളാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് അവനോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ടീംമേറ്റ്സ് എല്ലാവരും കൂടി ഇപ്പോൾ ഹേസോങ്ങിന് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സുവ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ആ ഒരു ഫംഗ്ഷൻ ഇവൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് കാണിച്ചു കൊടുക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ന്യൂ ഫേസ് ഓഫ് സ്കൂളാണ് കേട്ടോ. അതായത് അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹേസോങ്ങിനെ നോക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് 25 പോയിൻ്റ് ഈ ഒരു ഇതിലൂടെ കിട്ടുകയാണെങ്കിൽ, അതായത് ഈ ഒരു കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ട് വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25 പോയിൻ്റ് കിട്ടും. അപ്പോൾ ഇവന് എന്തായാലും ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് പറ്റില്ല, ഞാൻ ഇതുപോലത്തെ പരിപാടിയിലൊന്നും പങ്കെടുക്കില്ല എന്നൊക്കെ. പക്ഷേ പിറ്റേ ദിവസം എന്തായാലും സുവ അവനെ ഉന്തിത്തള്ളി
ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഒന്നും ഇവന് തീരെ നല്ല രീതിക്കൊന്നും പെർഫോം ചെയ്യാനായിട്ടേ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികളുടെ ആ ഒരു പോസും കാര്യങ്ങളൊന്നും അവന് വഴങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് സുഖ കുറച്ച് പോസൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. എന്തായാലും ഹേസോങ് അവൾ പഠിപ്പിച്ചു കൊടുത്ത ഓരോ പോസും അവിടെ വന്നിട്ട് പെർഫോം ചെയ്യുമ്പോൾ എന്തായാലും നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ അസൂയയോടെ നമ്മുടെ ഹേസോങ്ങിനെ നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹേസോങ്ങിൻ്റെ ഈ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നത് വേറെ ആരുമില്ല, നമ്മുടെ ഏനയാണ്. അപ്പോൾ ഏനേനോട് ടീച്ചർ പറയുന്നുണ്ട്, നിൻ്റെ ഷർട്ടിൻ്റെ സ്ലീവ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കാമെന്ന്. പക്ഷേ അവളാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. ടീച്ചർ ഇങ്ങനെ എടുത്താൽ മതി എന്ന് പറയും. എന്താ ചെയ്യാനാ, നീ പറയുന്നത് കേൾക്ക്, അതുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കാമെന്ന് പറയുമ്പോൾ ഏനയാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ടീച്ചറോട് വരെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ യൂജോങ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, ഞാൻ നേരത്തെ ഏനയുടെ കയ്യിൽ പിടിച്ചപ്പോൾ അറിയാതെ അവളുടെ കൈ ഒന്ന് മുറിഞ്ഞായിരുന്നു, അത് ഇതുവരെ മാറിയിട്ടില്ല എന്ന് തോന്നുന്നു, അതാണ് അവൾ കൈ സ്ലീവ് കയറ്റാൻ സമ്മതിക്കാത്ത, സോറി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവളെ അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏനയുടെ കയ്യിൽ അവൾ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അവൾക്ക് ടെൻഷൻ വരുമ്പോൾ. അതുകൊണ്ട് തന്നെ കയ്യിൽ നിറയെ സ്ക്രാച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ യൂജോങ്ങിന് അറിയാം. അതുകൊണ്ടാണ് ടീച്ചറുടെ മുന്നിൽ നിന്ന് അവൾ ശരിക്കും ഏനേനെ ഹെൽപ്പ് ചെയ്തത്. നീ ഇപ്പോഴും കയ്യിൽ അങ്ങനെ സ്ക്രാച്ച് ചെയ്യാറുണ്ടല്ലേ എന്ന് യൂജോങ് ഏനയോട് ചോദിക്കുമ്പോൾ അവൾ പറയും, നീ അതിനെപ്പറ്റി എന്നോട് ചോദിക്കണ്ട, ഞാൻ പണ്ടേ പറഞ്ഞതാ എൻ്റെ കാര്യത്തിലൊന്നും നീ ഇടപെടരുതെന്ന്. അപ്പോൾ ഈ ഒരു കാര്യം കേട്ടിട്ട് യൂജോങ് പറയും, ഞാൻ നിൻ്റെ ഫ്രണ്ടല്ലേ അതുകൊണ്ട് ചോദിച്ചതാണെന്ന്. നീ എൻ്റെ ഫ്രണ്ടോ? നീ എങ്ങനെ എൻ്റെ ഫ്രണ്ട് ആവുക? നീ എൻ്റെ ഒരു സെർവൻറ്റിനെ പോലെയാണ്, ഒരിക്കലും നിനക്ക് എൻ്റെ സ്റ്റാൻഡേർഡിൽ നിൽക്കാനായിട്ട് പറ്റില്ല, അത് നീ മറക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഏന അവളോട് ശരിക്കും മോശമായിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഏന അതൊന്നും ഉള്ളിൽ തട്ടി പറഞ്ഞതായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവൾ ഭയങ്കര ഫ്രസ്ട്രേഷനിലാണ് യൂജോങ്ങിൻ്റെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തത്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഹേസോങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയും, നീ മര്യാദയ്ക്ക് ഇപ്പോൾ തന്നെ യൂജോങ്ങിനോട് സോറി പറയാമെന്ന്. അപ്പോൾ ഇത് കാണുമ്പോൾ ഏനയ്ക്ക് ഒന്നുകൂടി ദേഷ്യം വരികയാണ്. എന്നിട്ട് ചോദിക്കും, ഓ അപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവളുടെ കാര്യത്തിൽ നീ എന്തിനാണ് ഇടപെടുന്നത്? ഇപ്പോൾ എനിക്കെല്ലാ കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഏന അവിടുന്ന് ഓടിപ്പോവാണ് കേട്ടോ. എന്നോട് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടരുതെന്ന്. ഇതും പറഞ്ഞിട്ട് നമ്മുടെ യൂജോങ് ആണെന്നുണ്ടെങ്കിൽ ഏനയുടെ പിന്നാലെ ഓടിച്ചെല്ലാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ സുവ ടീച്ചർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഹേസോങ്ങിനെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് പറയും, നീ വെറുതെ അവരുടെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല, അവർ ഫ്രണ്ട്സാണ്. ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മളാരും അവരുടെ കാര്യത്തിൽ ഇടപെടുന്ന അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് നീ ആ കാര്യം മൈൻഡ് ചെയ്യേണ്ട, അവർ റെഡി ആയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഹേസോങ്ങിനെ ഇവൾ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. ഇവൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവൻ അവൻ്റെ കുട്ടിക്കാലത്തെ ആ ഫ്രണ്ടിനെ പറ്റിയിട്ടാട്ടോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആലോചിച്ചിട്ട് അവൻ ചിരിക്കുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ സുവയാണെന്നുള്ളത് അവനറിയില്ലല്ലോ. അപ്പോൾ അവൾ ചോദിക്കും, നീ ഇപ്പോൾ ആരെ പറ്റിയിട്ട് ആലോചിച്ച് ചിരിച്ചേ, നിൻ്റെ ഫസ്റ്റ് ലവ് ആണോ എന്ന്. അപ്പോൾ അവൻ പറയും, നീ അതൊന്നും അറിയണ്ടാന്ന്. എന്തായാലും ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കും കേട്ടോ. അപ്പോഴാണ് പെട്ടെന്നൊരു മഴ പെയ്യുന്നത്. ബൊങ്ച ഈ കുട എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുവയുടെ അമ്മ ബാക്കിൽ നിന്ന് വിളിക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹേസോങ് ഷോക്കാവുന്നുണ്ട്. കാരണം ബൊങ്ച എന്ന് പറയുന്നത് അവൻ്റെ കൂട്ടുകാരിയുടെ പേരാണ്. ശരിക്കും പറഞ്ഞാൽ സുവയാണ് അവൻ്റെ ബാല്യകാല സുഹൃത്ത് എന്നുള്ളത് ഇപ്പോഴാണ് അവന് മനസ്സിലാവുന്നത്. ഉടനെ തന്നെ അമ്മേനോട് ഇങ്ങനെ എൻ്റെ ഈ പേര് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നെ സുവ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ കുടയായിട്ട് നമ്മുടെ ഹേസോങ്ങിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. എന്നിട്ട് പറയും, നിൻ്റെ വീട് എവിടെയാണ്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം, നിന്നെ കൊണ്ടാക്കി തരാമെന്ന്. പക്ഷേ ഇതും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഒരു കാറ് വരിക. ഉടനെ തന്നെ ഹേസോങ് അവളെ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റോറി എന്തായിരിക്കും എന്നുള്ളത് ഹേസോങ് കണ്ടുപിടിക്കുമോ, ഇവൻ്റെ കള്ളി വെളിച്ചത്താവോ, പിന്നെ ഹേസോങ്ങും സുവയും ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം ഇപ്പോൾ ഹേസോങ് അറിഞ്ഞതുപോലെ സുവ അറിയോ എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അതുവരെയ്ക്ക് ലവ് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.